എങ്ങനെയല്ലേ നമ്മുടെ ഈ ഹെഡ്ഫോണൊക്കെ അത്രയും കിടിലമായിട്ട് നോയ്സിനെയൊക്കെ ക്യാൻസൽ ചെയ്യുന്നത് അല്ലെ? നമ്മൾ പാട്ട് കേൾക്കാൻ വേണ്ടി ഒരു ട്രാഫിക് സിറ്റുവേഷൻ ആകട്ടെ, അല്ലെങ്കിൽ ഒരു മോളിലൊക്കെ പോയി ഈ സാധനം എടുത്ത് വെച്ച് പാട്ട് കേൾക്കുമ്പോൾ പുറമേയുള്ള ബഹളങ്ങൾ നമ്മൾ കേൾക്കാറേ ഇല്ല. അതെങ്ങനെയാണ് ഹെഡ്ഫോണിലൊക്കെ ഈ ഒരു നോയ്സ് ക്യാൻസലേഷൻ വർക്ക് ആവുന്നത്? ലെറ്റ് മീ ബ്രേക്ക് ഇറ്റ് ഡൗൺ ഫോർ യു. സോ ഞാനിത് സിമ്പിളായിട്ട് പറഞ്ഞു തരാണെന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഹെഡ്ഫോൺസിൻ്റെ അകത്ത് 2 മൈക്കുണ്ട്. ഒരു മൈക്ക് പുറമേ ഉള്ള സറൗണ്ടിങ്സിനെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടും, രണ്ടാമത്തെ മൈക്ക് നമ്മുടെ ആ ഒരു ഇയർ കപ്പിന്റെ അകത്തായിരിക്കും. അത് നമ്മൾ കേൾക്കുന്ന ആ ഒരു സൗണ്ട് ഔട്ട്പുട്ടിന്റെ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് തൽക്കാലത്തേക്ക് വിടാം. പുറമേ ഉള്ള മൈക്ക് പുറമേ നിന്ന് വരുന്ന സറൗണ്ടിങ്ങിൽ നിന്ന് വരുന്ന നോയ്സിനെ സ്കാൻ ചെയ്തിട്ട്, ഇതിപ്പോൾ പുറമേ ഉള്ള ബഹളങ്ങളാണെന്ന് വയ്ക്കുക, നോയ്സ് ആണെന്ന് വയ്ക്കുക, അതിനെ സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ഹെഡ്ഫോൺ അത് തന്നെ അതിനെതിരെയായിട്ട് ഒരു ആന്റി നോയ്സിനെ ജനറേറ്റ് ചെയ്യിപ്പിക്കും. സോ നമ്മൾ പഠിച്ചിട്ടില്ലേ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ക്യാൻസൽ ഔട്ട് ഈച്ച് അതർ, നോയ്സിനെ ബ്ലോക്ക് ആക്കുന്നു. ഇതാണ് സിംപ്ലി കോൾഡ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ എന്നൊക്കെ പറയുന്നത്. ഇനി ഇതേ കാര്യം ഞാൻ ശകലം കൂടി ഒന്ന് ചെറുതായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് പറയുകയാണെങ്കിൽ, നമ്മളെപ്പോഴും പുറമേ ഉള്ള അല്ലെങ്കിൽ ശബ്ദങ്ങളെ നമ്മളെപ്പോഴും സൗണ്ട് വേവുകളായിട്ടാണ് നമ്മൾ ഇമാജിൻ ചെയ്യുന്നത്, അല്ലേ? ബിക്കോസ് നമ്മൾ പഠിച്ചത് അങ്ങനെയാണ്. നമ്മുടെ ആ ഒരു പിക്ചർ, ആ ഒരു തിരമാലകളുടെ പിക്ചറാണ് നമ്മൾ എപ്പോഴും പഠിച്ചത്. ബട്ട് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമുക്ക് ശബ്ദങ്ങളെ കംപ്രഷനായിട്ടും റെയർഫാക്ഷനായിട്ടും സങ്കല്പിക്കാം. അതായത് ശബ്ദങ്ങൾ വരുമ്പോൾ അത് ഇവിടെ കുറച്ച് കംപ്രഷൻ, റെയർഫാക്ഷൻ അങ്ങനെ നമ്മുടെ ചെവിയുടെ ഉള്ളിലോട്ട് എത്തുന്നു എന്നുള്ളത് സങ്കല്പിക്കാം. നമ്മളിപ്പോൾ ലുലു മോളിൽ നിൽക്കുകയാണെന്ന് വയ്ക്കുക, നമ്മുടെ ഹെഡ്ഫോൺ വെച്ചിട്ടുണ്ട്, പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഹെഡ്ഫോണിന്റെ പുറമെ ആ ഒരു ലുലു മോളിൽ നിന്ന് സൗണ്ട് എക്സ്റ്റേണൽ നോയ്സ് വരുന്നുണ്ട്. എങ്ങനെ വരുന്നു? കംപ്രഷൻ, റെയർഫാക്ഷൻ അങ്ങനെ ഹെഡ്ഫോണിന്റെ മൈക്കിലോട്ട് എത്തണം. അപ്പോൾ ഹെഡ്ഫോണിന്റെ മൈക്ക് പുറമേ ഉള്ള മൈക്ക് ഡിറ്റക്ട് ചെയ്യുമോ ഇത് നോയ്സ് ആണ്. അപ്പോൾ ആ നോയ്സിനെ ക്യാൻസൽ ഔട്ട് ആക്കാൻ വേണ്ടിയിട്ട് പാട്ടിന്റെ ഇടയിൽ കൂടെ അതിനൊരു ആന്റി നോയ്സ്, ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള നോയ്സും ജനറേറ്റ് ചെയ്യിപ്പിക്കണം. എന്നാലേ നോയ്സ് ക്യാൻസൽ ഔട്ട് ആയി പോകുള്ളൂ. സിമ്പിൾ. ഇവിടെ നിന്ന് കംപ്രഷൻ, റെയർഫാക്ഷൻ ആയിട്ട് വരുന്നതെങ്കിൽ ഹെഡ്ഫോണിന് റെയർഫാക്ഷൻ കംപ്രഷൻ ആ ഒരു രീതിയിൽ സൗണ്ട് ആന്റി നോയ്സ് ജനറേറ്റ് ചെയ്യിപ്പിച്ചാൽ മതി. വിച്ച് മീൻസ് പുറമേ നിന്ന് വരുന്ന ഓരോ കംപ്രഷനും ഈക്വൽ ആയിട്ടുള്ള, അതേസമയം ഓപ്പോസിറ്റ് ആയിട്ടുള്ള റെയർഫാക്ഷൻ വന്നാൽ മതി. അപ്പോൾ ഇത് രണ്ടും ചേരുമ്പോൾ ക്യാൻസൽ ഔട്ട് ആയിക്കോളും. ആ പാട്ട് മാത്രമായിരിക്കും ക്വാളിറ്റി ആയിട്ട് കേൾക്കുന്നത്. പുറമേ ഉള്ള നോയ്സ് അഫക്റ്റ് ചെയ്യുന്നില്ല. മനസ്സിലായോ? ഐ ഹോപ്പ് നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായെന്ന് വയ്ക്കുന്നു. സോ ഇതാണ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ, ആ ഹെഡ്ഫോണിലൊക്കെ നടക്കുന്ന ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ. ഓഡിയോളജിസ്റ്റ് നിഖിൽ സജീവ് സൈനിങ് ഓഫ്.